ാണ് ഞങ്ങളിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പലയിടങ്ങളിലായിട്ട് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെയും ശില്പശാലകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും കടനാട് പഞ്ചായത്തിലെ BJP ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വളരെ വിപുലമായിട്ടാണ് ഞങ്ങൾ ശില്പശാല നടത്തുവാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത് കടനാട് പഞ്ചായത്തിൽ നീലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാളിയേക്കൽ മെഡോസിൽ വെച്ചാണ് ഞങ്ങൾ ശില്പശാല ആരംഭിക്കുന്നത്. നാളെ 5:30 മുതൽ 8:30 വരെയാണ് ആ ടൈം. ആ ടൈമിൽ മുഖ്യ പ്രഭാഷകൻ ഉദ്ഘാടകനായിട്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ, ഒപ്പം തന്നെ മുഖ്യ പ്രഭാഷകനായിട്ട് പ്രിയ നാരായണൻ നമ്പൂതിരി, അങ്ങനെയുള്ള മഹത് വ്യക്തികളാണ് അന്ന് അവിടെ പങ്കെടുക്കുകയും ഒപ്പം തന്നെ എല്ലാ നാട്ടുകാരെയും ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. കാരണം ഇവിടെ നമുക്കറിയാം, കടനാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ വളരെ വികസിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ പിന്നീട് വന്ന പല ഭരണസമിതികളും കടനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർജീവമായ, അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനുള്ള ഒരു വസ്തു, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കല്ല വേണ്ടത്, സമൂഹത്തിനല്ല വേണ്ടത്, അവരുടെ കീശ ഉയർപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കും. ആ ഒപ്പം കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികളും LDFും ഇവയെല്ലാം ഒരു കക്ഷിയാണ് ഇന്ത്യയിൽ എന്ന് നമുക്കറിയാം. കേരളത്തിൽ മാത്രമാണ് ഇവർ ഭിന്നിച്ചു നിൽക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുമിച്ചാണെന്ന് നമുക്കറിയാം. പക്ഷേ കർണാടക പഞ്ചായത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് അഴിമതിക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് കർണാടക പഞ്ചായത്തിലെ നിരവധിയായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥ നിലവിൽ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോഴുള്ള ഭരണസമിതിയും ഇതിന് മുൻപുള്ള ഭരണസമിതി എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. അതിൽ കോൺഗ്രസിന് പങ്കുണ്ട്, CPMന് പങ്കുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. BJP ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ശില്പശാലയിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഒപ്പം തന്നെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾ ഈ നാടിന് വേണ്ട വികസനങ്ങൾ, ഈ നാട്ടിലുള്ള ഓരോ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ, അത് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഇത്തവണ ഒരുങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും, അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ കർണാടക പഞ്ചായത്തിലുള്ള ഓരോ ജനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് ഞങ്ങളെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. അതിന് ഞങ്ങൾക്ക് IT സെല്ലുണ്ട്, അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനവും BJP കർണാടക പഞ്ചായത്തിനുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ കർണാടക പഞ്ചായത്തിലെ ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. മാത്രമല്ല, ഞങ്ങളുടെ BJPയുടെ സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ ഞങ്ങൾ ഉന്നയിച്ച് അതുപോലെ തന്നെ വികസിത പഞ്ചായത്തുകൾ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കർണാടക പഞ്ചായത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസിത കേരളം, വികസിത കടനാട് എന്നാണ്. അപ്പൊ വികസിത കടനാട് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് തൊഴിലുണ്ടാവണം, കർഷകർക്ക് വരുമാനം ഉണ്ടാകണം, അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കുറയണം. ഇവിടെ ഒരു നല്ലൊരു സപ്ലൈകോ സംവിധാനങ്ങൾ പോലും ഇല്ല. നമുക്കറിയാം, ഈ പ്രാവശ്യം സപ്ലൈകോയിലൊക്കെ സാധനങ്ങൾ വന്നപ്പോൾ കിറ്റുകളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവിടെ ആളുകൾക്ക് 1000ന്റെ കിറ്റൊന്നും ഇല്ല, 250 രൂപയുടെ കിറ്റൊക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അത് ഇവിടെ ഇല്ലായിരുന്നു, മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലായിരുന്നു. കർണാടക പഞ്ചായത്തിൽ കൊല്ലപ്പുഴ പ്രവർത്തിക്കുന്ന സപ്ലൈകോയിൽ പോലും അതില്ലായിരുന്നു. മാത്രമല്ല, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ പിന്തുണയും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് നൽകുവാനായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും തയ്യാറാകുന്നില്ല. ഇത് ആളുകളുടെ വീടുകളിൽ
കയറി ചെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവരാരും അതിനായിട്ട് തയ്യാറാകുന്നില്ല. ഇനി മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ അനവധിയായിട്ടുള്ള പദ്ധതികൾ ഈ നാട്ടിലുണ്ട്. ആ പദ്ധതികളൊന്നും ഇവിടെ വിനിയോഗിക്കാനായിട്ട് സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അനവധിയായിട്ടുള്ള ജനങ്ങൾക്ക് ഉന്നതി കിട്ടുന്ന കാർഷികമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ ലഭിക്കുമ്പോൾ അത് നമ്മുടെ കർണാടക പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇവിടെയെല്ലാം ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അടുത്ത ത്രിതല തിരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർണാടക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മുന്നേറ്റം BJP കാഴ്ചവെക്കുകയും ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ രീതിയിലുള്ള ഒരു ആശയ സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ പറയുന്ന ഇടതു വലതു പാർട്ടികൾ അത് കാർന്നിരുന്ന ഒരു വിഷമായിട്ടാണ് ഇന്ന് ജനങ്ങളെ കാർന്നിരുന്ന ഒരു വിഷമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത്. അതിന് പരിഹാരം കർണാടക പഞ്ചായത്തിൽ ഉണ്ടായേ തീരുള്ളൂ. അതിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ ശില്പശാലയോടുകൂടി, നാളെ നടക്കുന്ന ശില്പശാലയോടുകൂടി അതിനുള്ള പ്രാരംഭ നടപടികൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും, പരമാവധി ആളുകൾ ഈ ശില്പശാലയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇനിയും ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ജനങ്ങൾക്ക് ഒപ്പമാണ് ഞങ്ങൾ പോരാടുക. ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അവരുടെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കർണാടക പഞ്ചായത്ത് ലക്ഷ്യം. അതിന് ഏറ്റവും അധിക പിന്തുണ പ്രിയപ്പെട്ട കർണാടക പഞ്ചായത്തിലെ ജനങ്ങളും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ നടക്കുന്ന ശില്പശാല വൈകിട്ട് 5:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. ഒപ്പം തന്നെ ഉദ്ഘാടന കർമ്മം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ലിജിൻ ലാൽ നിർവഹിക്കും. മുഖ്യ പ്രഭാഷകരായിട്ട് പ്രിയപ്പെട്ട നാരായണ നമ്പൂരി സാറാണ് എത്തുക. അതുപോലെ തന്നെ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അനീഷ് ജി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ സെക്രട്ടറി, പാലാ മണ്ഡലത്തിൻ്റെ പ്രഭാരിയുമായിട്ടുള്ള സുദീപ് നാരായണൻ എത്തുന്നുണ്ട്. അതുപോലെ കർണാടക പഞ്ചായത്തിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി, പാലാ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ ശ്രീ മുരളീധരൻ നീലൂർ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണത്. എല്ലാ വ്യക്തികളും, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നിർബന്ധമായിട്ടും ഇതിലൊന്ന് പങ്കെടുക്കണം, ഈ ശില്പശാലയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ